ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എങ്ങനെ കേട്ടിട്ട് പാസ്സാകാം? കേട്ടിട്ട് ആദ്യമായി എഴുതാൻ പോകുന്ന എല്ലാവരുടെയും വലിയൊരു സംശയമാണിത്. കേട്ടിട്ട് എങ്ങനെ പാസ്സാകും? ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കാൻ സാധിക്കുമോ? ഇതിന് കോച്ചിങ്ങിന് പോകണോ? ഏതെല്ലാം ബുക്കാണ് റെഫർ ചെയ്യേണ്ടി വരിക? ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരിക്കുക അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് DLED പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ട് നേടാൻ സാധിച്ചു. കേട്ടിട്ട് കാറ്റഗറി 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ LP ടീച്ചറാവാൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ്. +2 + DLED + ടെറ്റ് കാറ്റഗറി 1 ഉള്ളവർക്ക് LP ടീച്ചറാവാനുള്ള യോഗ്യതയും 2 ഉള്ളവർക്ക് UP ടീച്ചറാവാനുള്ള യോഗ്യതയുമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനെങ്ങനെയാണ് DLED പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ട് പാസ്സായതെന്ന് നോക്കാം. ഇതത്ര വലിയ കാര്യമായിട്ടുള്ള എക്സാമൊന്നുമല്ല, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ DLEDന് ചേരുമ്പോൾ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. DLED സെക്കൻഡ് സെം കഴിഞ്ഞാൽ കേട്ടിട്ട് എക്സാം ഉണ്ടാകും, അപ്പോൾ ആ എക്സാമിന് തന്നെ 80 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കും എന്നൊക്കെയുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അന്ന് തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ കേട്ടിട്ടിനെ കുറിച്ചിട്ട് എന്താണ് ഈ കേട്ടിട്ട് എക്സാം, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ സീനിയേഴ്സിനോടും ടീച്ചേഴ്സിനോടും പിന്നെ എൻ്റെ കസിൻസും സിസ്റ്റേഴ്സൊക്കെ ടീച്ചേഴ്സാണ്, അപ്പോൾ അവരോടൊക്കെ അവർ അന്ന് സെക്കൻഡ് ഇയർ ആണ്, ഞാൻ ഫസ്റ്റ് ഇയർ ആയിരിക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. അവർ എക്സാം എഴുതി, അവർക്ക് അന്ന് കിട്ടിയില്ല. പിന്നെ അവരെ ബുക്സും ഒക്കെ ഞാൻ അന്ന് തന്നെ നോക്കിയിരുന്നു. അങ്ങനെ അവർ അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പിന്നെ കസിൻസിൻ്റെ ബുക്കൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊക്കെ മനസ്സിലായൊരു കാര്യം, സൈക്കോളജിയൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. പിന്നെ നമുക്ക് ബേസ് ഇല്ലാത്ത വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലേ തുടങ്ങേണ്ടത്. ശരിക്കും നമ്മൾ പഠിച്ച് തുടങ്ങേണ്ടത് സിലബസ് എന്നാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിലുണ്ട് നമുക്കുള്ള 150 മാർക്കിനുള്ള എല്ലാ ടോപ്പിക്കും, നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഓരോ വിഷയത്തിൻ്റെ മാർക്ക് വെയിറ്റേജ് എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സിലബസ് എന്നാണ് കഴിയുക. അപ്പോൾ ഞാൻ സിലബസ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ അത് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പഠിച്ച്, എന്താണ് കേട്ട് എക്സാം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പഠിച്ചു. പിന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ SCERT ബേസ്ഡ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 7 വരെയുള്ള സയൻസ് വിഷയങ്ങൾക്കും മാത്സും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ SCERT ഒക്കെ നോക്കിയത് യൂട്യൂബിലുണ്ട്, SCERTയിലുള്ള പാഠഭാഗങ്ങളൊക്കെ. അങ്ങനെ അത് എടുത്തുകൊണ്ട് നമ്മൾ പഠനം ആരംഭിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നോട്ട് ബുക്കാണ്. ഈ നോട്ട് ബുക്കിൽ നമ്മൾ അന്നാന്ന് പഠിക്കുന്ന എല്ലാ കൺസെപ്റ്റും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ഈ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങി. നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ മെമ്മറിയിലും കൂടി അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്ന് എക്സാമിന് പോയത്. എനിക്കന്ന് 98 മാർക്കാണ് കേട്ടിച്ചിന് കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങളുടെ അവസരമാണ്. നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, മെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ട് നമ്മൾ എക്സാമും ഉണ്ടാകും. അപ്പോൾ വേഗം തന്നെ എല്ലാവരും അവരുടെ ഗോൾ സെറ്റ് ചെയ്യുക. ഇത്തവണത്തെ കേട്ടിട്ട് പാസ്സാകും എന്ന് തന്നെ ഉറപ്പിക്കുക. പിന്നെ നമ്മൾ ഗൂഗിളിൽ നിന്നും കേട്ടിട്ടിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അടുത്തതായിട്ടൊരു നോട്ട് ബുക്ക്, നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഇട്ടിട്ട് നോട്ടിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ പഠിക്കുന്നതൊക്കെ ഗ്രാഫായിട്ട് അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ട് ടിപ്സും ട്രിക്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അന്നാന്ന് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. പിന്നെ നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം പ്രാർത്ഥനയും വേണം. എന്നാൽ തീർച്ചയായും നമുക്ക് ഈ പ്രാവശ്യത്തെ കേട്ടിട്ട് നമ്മൾ എന്തായാലും നേടിയിരിക്കും. അടുത്ത ദിവസം നമ്മൾ കേട്ടിട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.